നമസ്കാരം കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ഇതിൽ വീഡിയോയിൽ പറയുന്ന പോലെ നിഫ്റ്റി 25,000 വരുമോ, ബാങ്ക് നിഫ്റ്റി എന്തുവാണ് ഉറങ്ങുന്ന ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കളിയാക്കിക്കൊണ്ടുള്ള വാക്കാണ്. കൂടുതൽ നിഫ്റ്റി 25,000 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത്. കാരണം നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ 24,800 വരുമെന്ന് ചോദിച്ചുള്ള ഒരു പഴയൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു 4-5 ദിവസം മുമ്പുള്ള വീഡിയോ. ആ വീഡിയോ പ്രകാരം ആ 24,803 അവൻ ഇന്നലെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് 803 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു ബുള്ളിഷ് മൂവ് ആണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റിയിൽ ഈ ഓപ്ഷൻ്റെ ഈ സ്ട്രോങ്നെസ് വളരെയധികം കുറവാണ്. അതായത് നിങ്ങൾ ലെങ്ത് നോക്ക് വളരെ കുറവാണ്, ടാർഗറ്റ് ഒക്കെ ചെറിയ ടാർഗറ്റേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഈ ചുരുങ്ങി വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്താണ് നമ്മൾ ക്ഷീണം അനുഭവപ്പെട്ട് ഒരു ക്ഷീണിച്ചൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,803 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഓർമ്മയുള്ള 2 ഓഗസ്റ്റ് വന്ന ആ POCയുടെ മുകളിൽ അവൻ ഇന്നലെ പോയി. അത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. പക്ഷേ 24,803 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴത്തെ നിൽക്കുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 73 പോയിന്റ് പ്ലസ് നിൽക്കുകയാണ്. 24,908 ഒക്കെ ഗിഫ്റ്റ് നിഫ്റ്റി പോയായിരുന്നു. അമേരിക്കൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് മാർക്കറ്റിലൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ്, ചെറിയ പോസിറ്റീവ് മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇത്രയും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് എന്തായാലും ഇന്ന് 24,803 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് POCയുടെ മുകളിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ആ 24,803 എന്ന് പറഞ്ഞ POCയുടെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഹൈ, അതായത് 24,885 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ POC ആയ 24,975 വരെയുള്ള ചാൻസ് കൂടുതലാണ്. ഈ 975 മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഈ POC ആയ, അതായത് ഏത് ദിവസത്തെ POC, ഓഗസ്റ്റ് 1 വന്ന POC ആയ 25,042 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഗിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇത് നമ്മൾ നോക്കും. ഞാനത് മുകളിലത്തെ ലെവൽ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് വീഡിയോ ചെയ്ത സമയത്ത് അവർക്ക് വേണ്ടി ഞാൻ ആ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്തതാണ് മുകളിലേക്കുള്ള ലെവൽ എന്താണ്, ഇന്നത്തെ POC 24,758 803 റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴും ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 885, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 975, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 25,043. ഇതാണ് ലെവല്. ഇനി താഴോട്ട് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഇനി ഫസ്റ്റ് നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം നിഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC ആയ 24,758 ഇമ്പോർട്ടൻ്റ് ആണ്. ആ 750 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ 720 ഭാഗത്ത് അല്ലെങ്കിൽ 670 ഭാഗത്തേക്ക് സപ്പോർട്ട് ഉണ്ട്. 670 പൊട്ടുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഈ 580 എന്ന് പറഞ്ഞ ഈ POC ടെസ്റ്റിയും 580 പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന 24,422 എന്ന് പറഞ്ഞ ഈ POC ടെസ്റ്റ് ചാൻസ് ഉണ്ട്. അപ്പം ഓർക്കേണ്ടത് 24,750 ഇന്ന് പൊട്ടി താഴേക്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരികയാണെങ്കിൽ ഓർത്തോളുക, സെല്ലിങ് വളരെയധികം സ്ട്രോങ് ആയിട്ട് വരാനുള്ള കാരണമുണ്ട്. അതാണ് ബയേഴ്സിന് സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, സെല്ലേഴ്സ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബയേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് ഞാനിത് പറഞ്ഞത്. സോ 24,750ഉം 24,670 നമ്മളെ സംബന്ധിച്ച് ലക്ഷ്മണ രേഖയാണ്. അത് പൊട്ടുകയാണെങ്കിൽ 580ഉം അതിന് താഴെ 422 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ ആ ലെവൽ ഞാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽ വെച്ച് 24,700 സപ്പോർട്ടാണ്, 758, 700, 650 ആൻഡ് 580, അതിന് താഴെ 422 എന്ന ഈ സപ്പോർട്ടും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായി നിങ്ങൾ യൂസ് ചെയ്യുക. ആ യൂസ് ചെയ്ത ലെവൽസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയാവും. ഈ 530 ഒരു ചെറിയൊരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വരയ്ക്ക് വയ്ക്കുകയാണ്. ആ സപ്പോർട്ട് ഒരു പച്ച കളറാണ്. 530യുടെ ഭാഗത്ത് ചെറിയൊരു മൈനർ സപ്പോർട്ട് ഉണ്ട്. സോ അതുകൂടെ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. എന്നിരുന്നാൽ കൂടി 580 പൊട്ടുന്ന സമയത്ത് 428 ഭാഗത്തായിരിക്കും നിഫ്റ്റി വരുന്നത്. ഇനി നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ഉറങ്ങുന്ന ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാപ്ഷൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ മെർജിങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാർക്കറ്റ് എവിടെ നിന്ന് ഡൗൺ ആയോ ആ ഡൗൺ ആയ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി ഡൗൺ ആയ ദിവസം,
അതായത് 5-ാം തീയതി ഓഗസ്റ്റിലാണ് നമ്മൾ ഗ്യാപ് ഡൗൺ വന്ന് നല്ല അടിച്ചിറങ്ങിയ ദിവസം. ആ ദിവസത്തെ ഹൈക്കും ലോയ്ക്കും ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നല്ലാതെ ആശാനൊന്നും മൂവ് ചെയ്യുന്നില്ല. സോ ബാങ്ക് നിഫ്റ്റി, അതാണ് ഞാൻ പറഞ്ഞ ബാങ്ക് നിഫ്റ്റി ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ റേഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഈ POC മെർജ് ചെയ്യും, ഇതെല്ലാം നമ്മൾ മെർജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് കിട്ടും. അപ്പം ആ ട്രേഡ് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു POC അറിയാൻ പറ്റും, ഒരു ബാലൻസ് നടക്കുന്ന ഏരിയ അറിയാൻ പറ്റും. അപ്പോൾ അതിന് മുകളിൽ താഴെ നിൽക്കുമ്പോൾ നമുക്ക് 80% റൂൾ ട്രേഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഏറ്റവും നല്ല ട്രേഡ് സെറ്റപ്പാണ് 80%. അത് അധികം റിസ്ക് ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ബുക്കിഷ് ട്രേഡാണ്, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളപ്പോൾ ട്രേഡറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായി ആ ട്രേഡ് 4 പ്രാവശ്യം വന്നു. താഴെ നിന്ന് മുകളിലോട്ട് 2 പ്രാവശ്യം കിട്ടി, മുകളിൽ താഴെ 2 പ്രാവശ്യം കിട്ടി, 4 ട്രേഡ് നമുക്ക് റൂമിലുള്ളവർക്ക് കിട്ടിയായിരുന്നു. സോ നമ്മളെ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ലാർജസ്റ്റ് ഒരു ബാലൻസ് ആണുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,560 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ നമ്മൾ നോക്കിയാൽ നിങ്ങൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിയ സമയത്ത് ബാങ്ക് നിഫ്റ്റി 50,560 പൊട്ടി ഇന്നലെ കുറേ പ്രാവശ്യം ക്ലോസ് ചെയ്തിട്ട് കൂടെ അതിനവിടെ നിന്ന് തിരിച്ച് വീണ്ടും കയറുന്നുള്ളൂ. സോ 50,560 ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. 50,560 പൊട്ടാകത്തോളം, പൊട്ടി ക്ലോസ് ചെയ്തോളം ബാങ്ക് നിഫ്റ്റി വീക്ക് ആവില്ല. 50,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ വാല്യൂ നമ്മുടെ ഈ മെർജഡ് POCയുടെ മെർജഡ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ഹൈ ആയ 50,760 വളരെയധികം സ്ട്രോങ് സപ്പോർട്ടാണ്. 760 മുകളിൽ ഇന്നലെ അവൻ ക്ലോസ് ചെയ്തു. അപ്പോൾ 760 മുകളിൽ നിൽക്കുമ്പോൾ 51,130 നമ്മുടെ റെസിസ്റ്റൻസ്. 51,000 അത് പക്ഷേ ഒരു കാര്യത്തോളം 51,000 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ മെർജഡ് പ്രൊഫൈലിൻ്റെ ഹൈക്ക് മുകളിൽ മാത്രം നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ 51,000 മുകളിൽ നിൽക്കുമ്പോൾ 51,130 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,430, അതിന് മുകളിൽ 51,600. സോ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. എന്തൊക്കെയാണ് 51,376 ചെറിയൊരു ടാർഗറ്റ് നമുക്കൊരു പെൻഡിങ് ഉണ്ട്. അതിന് പകരം 246 ആണ് നിൽക്കേണ്ടത്. സോ 51,000 മുകളിൽ വന്നാൽ 51,137, അതിന് മുകളിൽ 51,249, 51,249. ഓക്കെ, ഈ ലെവലായി മാർക്കറ്റ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 51,430, അതിന് മുകളിൽ നിൽക്കുമ്പോൾ 51,600 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ 50,560 പൊട്ടി ക്ലോസ് ചെയ്താൽ മാത്രമേ നല്ലൊരു സെല്ല് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെല്ല് എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് താഴേക്ക് വരെയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 50,560 താഴെ 50,424, അതിന് താഴെ 50,268, അതിന് താഴെ 50,100 എന്ന് പറഞ്ഞാൽ ഈ ലെവലും വരും. അപ്പോൾ എത്രയാണ് 50,424, 50,268, 50,100 എന്ന് പറഞ്ഞാൽ ആ ലെവലും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതൽ. അപ്പോൾ 50,424, അടുത്തത് എത്രയാണ് 50,268, അതിന് മുകളിൽ അടുത്ത 50,100 പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഈ ആഴ്ച വളരെ കാര്യമായിട്ടുള്ള ഡേറ്റ ഒന്നും മാർക്കറ്റിന് ഇല്ല. അപ്പം പൊതുവേ ഒരു വോളറ്റൈൽ മൂവ്മെന്റ് വന്നാലും നമുക്കത് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും വ്യക്തമായി നോക്കുക, ബാങ്ക് നിഫ്റ്റിയാണ് ബീസ്റ്റാറ്റ് പുറപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്യാത്തുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ആ മൂവ്മെന്റ് നിങ്ങൾ 50,000 മുകളിലാണെങ്കിൽ ഒരു 51,600 വരെ പോകാനും, 50,000 താഴെയാണെങ്കിൽ 49,300 വരെയുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. സോ ഈ ഒരു ഭീഷണി നിങ്ങൾ കൈവിടാതെ നോക്കിക്കൊണ്ടിരുന്നാൽ 12 ദിവസമായി നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി. സോ എപ്പോൾ വേണോ നല്ല അടിപൊളി അടാറ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവേത് ഞങ്ങളുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കുറച്ചുകൂടി പ്രയോജനപ്പെടുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ.